ചൂളച്ചോട്ടിലാണ് നമ്മുടെ അഭിമുഖം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ എല്ലാവർക്കും ഒന്നിച്ചു വരാം. അഭിമന്യ തിരുമേനി ഇപ്പോൾ നമ്മുടെ ഈ സൈഡിലായിട്ട്, റൈറ്റ് സൈഡിലായിട്ട് ഇപ്പോൾ 98 ഹൈഡ്രജൻ നിറച്ച ബലൂൺ ഇപ്പോൾ പറപ്പിക്കുന്നതാണ്. എല്ലാവരും ആ സൈഡിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചോളൂ. ഹലോ 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 ഹലോ
നമ്മുടെ ഇടവകയിലെ യുവജനങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യങ്ങളുണ്ട്. അത് ചോദിക്കും. പിന്നെ ഇതിൽ സംബന്ധിക്കുന്നവർക്ക് സമയത്തിൻ്റെ പരിധി അനുസരിച്ച് തിരുമേനിയുമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്.
യുവജന സഖ്യാംഗങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നാട്ടെ. യുവജന സഖ്യാംഗങ്ങൾ എല്ലാവരും വന്നാട്ടെ. ചോദ്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന യുവജന സഖ്യാംഗങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരുന്നാട്ടെ. സീനിയേഴ്സായിട്ടുള്ള ആളുകൾ അവിടെ ചെയർ ഇരിപ്പുണ്ട്. ചെയർ എടുത്ത് അവിടെ ഇട്ട് നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്, നിൽക്കാതെ. ഇവർ ചില ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, എന്നോട് ചോദിക്കാൻ. ഞാൻ പറയാം. എന്തിയേ ചോദ്യം തയ്യാറാക്കിയവരൊക്കെ എന്തിയേ? ആരാ? അജീഷാണ്. അജീഷ് എന്തി ചോദ്യം? തിരുമേനി, ഞാൻ ഷെമിൻ. ഞാൻ ഇവിടുത്തെ യുവജന സഖ്യത്തിലെ കമ്മിറ്റി മെമ്പറാണ്. തിരുമേനിയോട് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, തിരുമേനിക്ക് വളരെ ആത്മബന്ധമുള്ള പള്ളിയാണല്ലോ ഇത്. അപ്പോൾ തിരുമേനിക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ കാണുമല്ലോ, അതൊന്ന് ഞങ്ങളോടൊപ്പം ഒന്ന് പങ്കിടാവോ? ആത്മബന്ധമുള്ള പള്ളിയാണല്ലോ എരുവേരി ഇടവക. തിരുമേനിക്ക് എന്തെങ്കിലും അവരോട് പറയാനുണ്ടെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ പറയാം. ആത്മബന്ധം മാത്രമല്ല, ശരീരബന്ധവുമുണ്ട്. എന്താ പറയാൻ, എന്തെങ്കിലും അനുഭവങ്ങൾ കാണുമല്ലോ തിരുമേനിക്ക് ഇപ്പോൾ? ഈ ഇടവകയിൽ അംഗമായി ഇരിക്കാൻ സാധിച്ചത് ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. എനിക്ക് ഇവിടെയുള്ള മുൻപുണ്ടായിരുന്ന പ്രായമുള്ള ആളുകൾ വളരെയധികം കടപ്പാട് അവരോടുണ്ട്. തിരുമേനി അപ്പച്ചൻ എങ്ങനെയാണ് ഉള്ളിൽ ഇപ്പോഴും ചെറുപ്പം നിലനിർത്തുന്നത്? ഉള്ളിൽ ചെറുപ്പം നിലനിർത്തുന്നതെന്ന് ഇപ്പോൾ നിലനിർത്തുന്നില്ലല്ലോ. ഞങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മറ്റുള്ളവരെ പറ്റി ദോഷമായി ചിന്തിക്കുമ്പോൾ ആ ദോഷം നമ്മളിൽ കിടന്ന് ഉണ്ടാവും. എനിക്കങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിലനിർത്തും. തിരുമേനി അപ്പച്ച, എൻ്റെ പേര് ജിതിൻ എന്നാണ്. തിരുമേനി അപ്പച്ചൻ്റെ പട്ടത്ത ശുശ്രൂഷയിലേക്കുള്ള പ്രവേശനത്തിന് എബ്രഹാം മർത്തോമ തിരുമേനിയുടെ ജീവിതം എപ്രകാരം സ്വാധീനിച്ചു? തിരുമേനിയുടെ ശുശ്രൂഷയിലേക്ക് വരാനായിട്ട് എബ്രഹാം മാർത്തോമ തിരുമേനി എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന്? എബ്രഹാം മാർത്തോമ തിരുമേനി അദ്ദേഹത്തോട് വളരെ കടപ്പാടുണ്ട്. അദ്ദേഹം വളരെ ചെയ്തിട്ടുണ്ട്. അത് അളക്കുന്ന യന്ത്രം ഞാൻ വാങ്ങിച്ചിട്ടില്ല, ആ കടപ്പാട്. അതുകൊണ്ട് അതിന് എക്സാക്റ്റ് പറയാനറിയാം. എൻ്റെ പേര് അമിത. തിരുമേനി മാമോദീസ മുങ്ങിയ പള്ളിയാണല്ലോ ഇത്. അപ്പോൾ ഈ പള്ളിമുറ്റത്തിരിക്കുമ്പോഴും ഈ പള്ളിയുടെ തട്ടിനോടും പള്ളിയോടും ഒക്കെ ഒരു പ്രത്യേക സ്നേഹമില്ലേ? ഈ അവസരത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഉണ്ട്. ഇപ്പോൾ തോന്നുന്നത് ഈ യുവജനങ്ങളെല്ലാം ഞങ്ങളുടെ കാലത്തെ യുവജനങ്ങളെക്കാൾ നല്ലവരാണല്ലോ എന്നൊരു ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായിരുന്നല്ലോ. എൻ്റെ പേര് രേഷ്മ. ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായിരുന്നല്ലോ. അപ്പം ഇതിനെ വെച്ച് ഇപ്പോഴത്തെ ഗർഭ അപ്പസ്യയെ പറ്റിയുള്ള തിരുമേനിയുടെ കാഴ്ചപ്പാട് എന്താ? ഇപ്പോഴത്തെ
ഘർ വാപസിയെ കുറിച്ചുള്ള തിരുമേനിയുടെ അഭിപ്രായം, മതപുനഃപരിവർത്തനത്തെ കുറിച്ചുള്ള ഘർ വാപസി. മതപരിവർത്തനത്തോട് എതിരുള്ളവരല്ല. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? നമ്മളായിരിക്കുന്നതിൽ നിന്ന് വ്യത്യാസപ്പെടണം എല്ലാവരും. മതങ്ങളൊക്കെ വ്യത്യാസപ്പെടുന്നുണ്ടല്ലേ. ഞാൻ ആരാധിക്കുമ്പോൾ ഈ പള്ളി ഇതുപോലെയല്ലായിരുന്നു. അതുപോലെ തന്നെ അന്ന് ഈ പള്ളിയിൽ ഈ ആദ്യത്തെ വാതിൽ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ വാതിൽ വരെ ഷർട്ടിട്ട് ആരുമില്ലായിരുന്നു. അതൊക്കെ നല്ലതോ ചീത്തയോ? അതുകൊണ്ട് എല്ലാം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കണം അല്ലേ? നിങ്ങളിപ്പോൾ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന എല്ലാ ആണ്ടിലും 3-ാം ക്ലാസ്സിൽ പഠിക്കണമെന്നാണോ നിങ്ങളുടെ ഉദ്ദേശം? അതോ 4-ലും 5-ലോട്ടും ഒക്കെ പോകണമെന്നാണ്? പരിവർത്തനം എല്ലാവർക്കും എല്ലാ രംഗങ്ങളിലും ആവശ്യമാണ്. എന്നാൽ അത് ദുഷ്പ്രേരണ കൊണ്ട് ആകരുത്. അത് ഞാൻ അനുകൂലിയല്ല. തിരുമേനി, എൻ്റെ പേര് നവീൻ. തിരുമേനിയുടെ ചെറുപ്പകാലത്ത് തിരുമേനിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച വ്യക്തിത്വമായിരുന്നല്ലോ മഹാത്മാഗാന്ധി എന്ന് കേട്ടിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണ്? തിരുമേനിയുടെ ചെറുപ്പകാലത്ത് വളരെയധികം തിരുമേനിയെ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമായിരുന്നു മഹാത്മാഗാന്ധി. അതിനെക്കുറിച്ച് തിരുമേനിയുടെ അതുകൊണ്ട് അദ്ദേഹം ഭാരതത്തിന് വേണ്ടിയും മറ്റു മനുഷ്യർക്ക് വേണ്ടിയും സാധുക്കൾക്ക് വേണ്ടിയും ജീവിച്ച ആളും അവരുടെ നന്മയ്ക്ക് വേണ്ടി കരുതിയത് കൊണ്ടുമാണ്. ഞാനൊരു സാധുവും ആണ്. അപ്പോൾ എനിക്ക് വേണ്ടി അദ്ദേഹം വളരെ കരുതി. തിരുമേനി, എൻ്റെ പേര് അലൻ. ഞാൻ ജീവനസംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. എനിക്ക് തിരുമേനിയോട് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, തിരുമേനിയുടെ ജീവിതത്തിൽ തിരുമേനിക്ക് ഏറ്റവും കൂടുതൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കിട്ടിയ അവസരം ഏതാ? തിരുമേനിയുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ അവസരം? ആരിപ്പോൾ അങ്ങനെ ഇന്നതാണ് ഏറ്റവും വലുതെന്ന് പറയാൻ തക്കവണ്ണം ഓർക്കുന്നില്ല, നല്ല ഓർമ്മയില്ല. മനസ്സിലായോ? ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതെ ഒരു മനുഷ്യനും ജീവിക്കുന്നില്ല. നമ്മളെപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്നില്ലെങ്കിലും അത് ചെയ്താണ്. അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം ദൈവം നൽകിയതാണ്. എൻ്റെ പേര് ഗ്ലോറിയ. തിരുമേനിയപ്പച്ചനെ ഏറ്റവും കൂടുതൽ ദീർഘവീക്ഷണം തോന്നിയല്ലോ. മാർത്തോമ സഭയെക്കുറിച്ച് അങ്ങയുടെ ദീർഘവീക്ഷണം എന്ത്? സഭയെക്കുറിച്ചുള്ള തിരുമേനിയുടെ വീക്ഷണം, ദർശനം എന്താണ്? ദൈവത്തിൻ്റെ ശരീരമായിരിക്കും. അതായത് ദൈവത്തെ ഈ ലോകത്തിൽ കാണുന്നതായിരിക്കും അതിന് സഹായിക്കണം. അതാണ് സഭ. തിരുമേനി, എൻ്റെ പേര് വിവേക. ക്രൈസ്തവനായ തിരുമേനി പല ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ക്രൈസ്തവനായ തിരുമേനി പല ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന്. അതിൻ്റെ കാരണം എന്താണ്? അതായത് ക്ഷേത്രത്തിൽ ദൈവം ഉണ്ടോ ഇല്ലയോ? ഈ മുറ്റത്ത് ദൈവം ഉണ്ടോ? ഉണ്ട്. അന്നേരം പിന്നെ ക്ഷേത്രത്തിൽ ദൈവം ഇല്ലയോ? ദൈവമില്ലാത്ത സ്ഥലം എവിടെയാ? ഒരിടത്തും ഇല്ല, എല്ലായിടത്തും ദൈവമുണ്ട്. അപ്പോൾ ചോദിച്ച് ദൈവം ഉള്ളിടത്ത് എന്തിനാ തിരുമേനി പോയത്?
തിരുമേനി, എൻ്റെ പേര് രാജു, പ്ലാക്കീഴയാണ്. എൻ്റെ ഒരു സഹോദരൻ വൈദിക ശുശ്രൂഷയിലുണ്ട്. തിരുമേനിയെ പേഴ്സണലായിട്ട് എനിക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് തിരുമേനിയുടെ പിതാവും ഞങ്ങളെല്ലാവരും കൂടെ ഈ ചൂളച്ചവിട്ടിലിരുന്ന സംവാദിച്ച കാര്യം ഇപ്പോൾ ഓർക്കുന്നുണ്ട്. തിരുമേനിയുടെ പിതാവും ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് എടുത്ത ഫോട്ടോ ഇന്നും ഞങ്ങളുടെ അലമാരിയിൽ ഉണ്ട്. തിരുമേനിയുമായി ഇപ്പോൾ ഈ സംവാദിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങളുടെ ചിന്ത കടന്നു പോകുന്നു. ഞങ്ങളുടെ പിൻതലമുറയ്ക്ക് നൽകുവാൻ തിരുമേനിയുടെ കയ്യിലുള്ള ദൂത് കുഞ്ഞുങ്ങളെ അറിയിച്ചാൽ നല്ലതായിരുന്നു. മനസ്സിലായി. എല്ലാ തലമുറയ്ക്കും തന്നത് നിങ്ങൾക്ക് ലോകത്തിൽ ദൈവത്തോടുകൂടി ജീവിച്ച് ലോകത്തെ ദൈവത്തിൻ്റെ രാജ്യമായിട്ട് തീർക്കുന്നതാണ് നമ്മുടെ ചുമതല. അതിന് നാം എല്ലാവരും ഒരുങ്ങണം. എൻ്റെ പേര് ജോയമ്മ, പ്രയാറ്റുമണ്ണിൽ നിന്നാണ്. ഏത് പ്രായത്തിലുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കാനുള്ള മനസ്സ് തിരുമേനിക്ക് എപ്രകാരം വളർത്തിയെടുക്കാം? ഏത് പ്രായത്തിലുള്ള ആളുകളുമായി സൗഹൃദം പങ്കുവയ്ക്കാനായിട്ട് എങ്ങനെ സാധിക്കുന്നു? എന്തോ പങ്കുവെക്കാൻ? സൗഹൃദം, സ്നേഹം, ബന്ധം. അതെ, എല്ലാ പ്രായത്തിലുള്ളവരുമായിട്ടാകാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചു, അന്ന് വൈകിട്ട് അമ്മയ്ക്ക് ആ കുഞ്ഞുമായി ബന്ധമുണ്ടാകുമോ ഇല്ലയോ? അതോ കുറച്ച് വർത്തമാനം വരാൻ പഠിച്ചിട്ടേ ഉള്ളൂ? അപ്പോൾ പ്രായം അനുസരിച്ചല്ല. തിരുമേനി, എൻ്റെ പേര് സുബി. തിരുമേനിക്ക് ധർമ്മേഷ്ടൻ എന്നുള്ള പേരാണോ മാർ ക്രിസോസ്റ്റം എന്ന പേരാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഏത് പേരാ തിരുമേനിക്ക് ഇഷ്ടമെന്ന്? ധർമ്മിഷ്ഠൻ എന്നാണോ ക്രിസോസ്റ്റം എന്നാണോ? രണ്ടും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് രണ്ടും എടുത്തത്. അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസോസ്റ്റം എന്നുള്ള പേരെടുത്തായിരുന്നു എല്ലാവരും കൂടെ എന്നെ ഊളം പാർക്ക് കൊണ്ടുപോയി. മനസ്സിലായോ? അത് ഞാൻ എടുത്തതല്ല. ക്രിസോസ്റ്റം എന്നുള്ള പേര് ഞാൻ എടുത്തതല്ല, സഭ എനിക്ക് തന്നതാണ്. തിരുമേനി, എൻ്റെ പേര് വിൻസി. തിരുമേനി അപ്പച്ചൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്താ? തിരുമേനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അബദ്ധം എന്താണ്? ഇവിടെ വന്ന അതിനുള്ള കാരണം കൂടെ തിരുമേനി ഒന്ന് പറയാമോ? അതിൻ്റെ കാരണം, ഇവിടെ വരുമ്പോൾ നിങ്ങളോട് എനിക്കുള്ള കടപ്പാട് കൊണ്ട് നിങ്ങളെപ്പറ്റി വളരെ ഉന്നതമായിട്ട് പറയും. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങളെയൊക്കെ വലിയ ആളുകളില്ല എന്ന്. നിങ്ങളെ കുഴിയിൽ ചാടിക്കുന്ന പണിയായിപ്പോവും. അപ്പച്ച, എൻ്റെ പേര് നയന. മെത്രാപ്പോലിത്ത, വലിയ മെത്രാപ്പോലിത്ത, ഈ രണ്ട് സ്ഥാനങ്ങളിലും അപ്പച്ചൻ ഇരുന്നിട്ടുണ്ടല്ലോ. അപ്പോൾ മെത്രാപ്പോലിത്ത എന്ന പദവിക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. വലിയ മെത്രാപ്പോലിത്തയെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തങ്ങൾ സഭയോടനുബന്ധിച്ച് കുറവാണ്. ആ ഒരു കാഴ്ചപ്പാടിനെ എങ്ങനെ നോക്കിക്കാണും? അത് ഈ സഭയോട് ചോദിക്കണം. അതായത് ഞാൻ പറഞ്ഞേ, സഭയുടെ മെത്രാപ്പോലിത്ത ഇപ്പോഴത്തെ ജോസഫ് മാർ അദ്ദേഹമാണ്. ഞാൻ വയസ്സം മെത്രാപ്പോലിത്ത ഞാനാണ്. ആരോഗ്യമുള്ള മെത്രാപ്പോലിത്ത അദ്ദേഹം. തിരുമേനി, എൻ്റെ പേര് സിജോ.
എനിക്ക് ചോദിക്കാനുള്ളത്, തിരുമേനിയുടെ കോളേജ് ജീവിതത്തിൽ എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുമായി ഒന്ന് പങ്കുവെക്കുമോ? കോളേജ് ജീവിതത്തിലെ രസകരമായ ഏതെങ്കിലും ഒരു സംഭവം ഇവരോടൊന്ന് പറയാൻ. രസം എന്ന് പറഞ്ഞാൽ സന്തോഷമാണോ? അല്ല, തിരുമേനി ഏറ്റവും കൂടുതൽ സന്തോഷിച്ചുള്ളത്, അതാണ് ഉദ്ദേശിച്ചത്. സന്തോഷം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു കുട്ടിയുടെ പെങ്ങൾ വന്നു. അവർ മദ്രാസിലേക്ക് പോവുകയാണ്. അപ്പോൾ അവന് ഓരോ സാമാനമൊക്കെ കൊണ്ട് കൊടുത്തു. അവരേസുണ്ട് മറ്റേതൊക്കെ. എന്നിട്ട് അവൻ ഈ വിവരം കൊണ്ട് ട്രെയിനെ കയറ്റി വീട്ടിലേക്ക് പോയി. ആ തരം നോക്കി ഞങ്ങളത് തുറന്ന് അവൻ ഈ 2 സാധനം വെച്ച് ബാക്കി ഞങ്ങളെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വന്നപ്പം ഞങ്ങൾ പറഞ്ഞു, കുഞ്ഞ് എല്ലാം നല്ലതായിരുന്നു, നിനക്ക് ഇനി ഒന്നും ഭയപ്പെടാതെ കഴിക്കാം. ഞങ്ങൾ കഴിച്ചിട്ട് 1 മണിക്കൂറായി, ഒരാപത്തും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവനങ്ങ് പിണങ്ങി. അവൻ ചെന്ന് സാറിൻ്റെ ഒരിക്കൽ പരാതി പറഞ്ഞു. സാർ പറഞ്ഞു, നീ പരാതിക്കൊന്നും പോകരുത്, പിള്ളേരെ എല്ലാവരും കൂടെ ഉള്ള അവർ കുഴപ്പമുണ്ടാകും, അതൊക്കെ സാർ ആക്ഷൻ എടുക്കണം. അപ്പോൾ അവൻ ആക്ഷൻ എടുക്കാൻ ചെയ്തപ്പോൾ ഞങ്ങളൊരു അപേക്ഷ എഴുതി, ഇങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് പറ്റിപ്പോയി, അഭിലേസുണ്ടിയൊക്കെ കണ്ടപ്പോൾ പരീക്ഷിക്കപ്പെട്ടു, വാങ്ങിച്ചു, നിങ്ങളെല്ലാവരും അതിൻ്റെ പണം കൊടുക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞൊരു അപേക്ഷ ഞങ്ങൾ എഴുതി. ഇവൻ്റെ ഒരിക്കലും കൊണ്ട് കൊടുത്തു. അവൻ ഉടനെ സാറിനോട് പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, അവരെ ഈ ടെൻഡരങ്ങ് നിർത്താൻ പറയാൻ പറഞ്ഞു. തിരുമേനി, എൻ്റെ പേര് ജിഞ്ചു. എനിക്ക് തിരുമേനിയോട് ചോദിക്കാനുള്ളത്, തിരുമേനി എല്ലാവരും സ്വർണ്ണനാവുകാരൻ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം ഇന്ന് പ്രത്യക്ഷപ്പെട്ട് തിരുമേനിയോട് ചോദിക്കുക, ഈ സ്വർണ്ണനാവ് കേരളത്തിലെ ഒരാൾക്ക് കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് ആർക്കാന്ന് പറയാനുള്ള അവകാശം ദൈവം തിരുമേനി അപ്പച്ചന് തന്നു. അങ്ങനെയാണെങ്കിൽ അത് ആർക്ക് കൊടുക്കാൻ തിരുമേനി പറയും? എൻ്റെ നാവ് സ്വർണ്ണനാവല്ല, മറ്റുള്ളവരുടെ നാവുമല്ല. സ്വർണ്ണനാവ് അന്ന് യോഗി ലൂക്കാസ് പറഞ്ഞതാണ്. അവർ കാണുന്നതെല്ലാം സ്വർണ്ണം, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ. നാക്ക് വല്ലവർക്കും കൊടുത്താൽ പിന്നെ എങ്ങനെ ജീവിക്കും? ഇനി വേറെ ആർക്കെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ചോദിക്കാൻ തിരുമേനോട്. TS ചാക്കോ അങ്കിൾ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കും. ഇത്ര നേരം അറിയാമെന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ വട്ടക്കോട്ടായിൽ സൺഡേ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് 8 മണി 9 മണി ആകുമ്പോഴത്തേക്ക് വിശക്കും. ഈ സമ്മർ കാലത്ത് അവിടെ ധാരാളം മാങ്ങായ, കമ്പിളി നാരങ്ങ, പേരയ്ക്ക ഇതുപോലുള്ള വസ്തുക്കളൊക്കെ ഉണ്ട്. ഞങ്ങൾ സൺഡേ സ്കൂളിൽ നിന്ന് നേരെ ഇറങ്ങി അവിടെ വന്ന് ഞങ്ങൾ കട്ട് പറിച്ച് തിന്നും. അപ്പോൾ അത് ഞങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ? അത് നിങ്ങൾ ചെയ്തതെല്ലാം ശരിയല്ല, പക്ഷേ അവിടുത്തെ അതൊക്കെ പറിച്ച് തിന്നത് നല്ലതാണ്. അപ്പോൾ ആ ജോഡിയേട്ടൻ എന്ന് പറഞ്ഞ് അവിടുത്തെ കാര്യസ്ഥൻ ഞങ്ങളെ ചെവിക്ക് പിടിച്ചിട്ട് വീട്ടിൽ വന്ന് ഞങ്ങളെ ശിക്ഷിക്കാനായിട്ട് ഞങ്ങളുടെ പേരൻസിനെ പ്രേരിപ്പിച്ചത് ശരിയാണോ? പിന്നോ അയാളെ അതിനാക്കിയിരിക്കുന്ന. ഈ പള്ളി അന്ന് ഇരുന്ന പോലെ അല്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ ഓർമ്മയില്ല. അന്ന് ഇരുന്നത് ഒരു പ്രാവിൻ്റെ
മാലാഹ പ്രാവായിട്ട് വന്ന ഒരു രൂപമായിരുന്നു, ഓർക്കുന്നുണ്ടായിരിക്കും തിരുമേനി. അതാണോ ഇപ്പോഴത്തെ രൂപമാണോ ശരിയായിട്ടുള്ള രൂപം? എനിക്ക് ഈ രൂപം ഏതാ ശരിയെന്ന് പറയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കേണ്ടി വന്നു. ഒരു രൂപവും ശരിയായതായിട്ട് ഞാൻ ഭാഗവതിയായിരുന്നു. വേറെ ഏതെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? തിരുമേനി, എൻ്റെ പേര് തോമസ് ജേക്കബ് പാലമൂട്ടിൽ. തിരുമേനി പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടക്കുന്നത് മാതാപിതാക്കളുടെ സ്വാധീനം ഉണ്ടായിരുന്നുവോ? പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ മാതാപിതാക്കളുടെ സ്വാധീനം തിരുമേനിക്ക് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എൻ്റെ പിതാവ് സുവിശേഷ സംഘത്തിൻ്റെ ട്രാവലിംഗ് സെക്രട്ടറി. എന്നോട് പറഞ്ഞിട്ടുണ്ട്, സുവിശേഷ വേലയ്ക്ക് ആളുകൾ കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് എനിക്ക് ശമ്പളം കിട്ടുന്നത്, അതിൽ നിന്നാണ് നിനക്ക് ഞാൻ ഫീസ് അയച്ചു തരുന്നത്. അതുകൊണ്ട് ആ ഫീസ് കിട്ടി പഠിക്കുമ്പോൾ നീ സുവിശേഷ വേലയിൽ തൽപരനായിരിക്കും. തിരുമേനി, എൻ്റെ പേര് അഖിൽ. തിരുമേനി ഈ യുവത്വത്തെ ഓൾഡ് ജനറേഷൻ എന്നും ന്യൂ ജനറേഷൻ പറഞ്ഞിട്ടുണ്ട്. തിരുമേനി ഇത് ഏത് ജനറേഷനിൽ ചേരാൻ താല്പര്യപ്പെടുന്നു? ഓൾഡ് ജനറേഷൻ ഉണ്ട്, ന്യൂ ജനറേഷൻ ഉണ്ട്. തിരുമേനി എവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? നാറകൂട ഓൾഡിലാണോ ന്യൂയിലാണോ? ഞാൻ ഒരിടത്ത് നിൽക്കാൻ നടന്നു മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ചൂളച്ചോട്ടിലാണ് ഇരിക്കുന്നത്. പണ്ട് ഈ ചൂളച്ചോട് അതിൻ്റെ ഒരു പിന്നെ ഇത് ജൂനിയർ ചൂളച്ചോടാണ്. പണ്ട് സീനിയർ ചൂളച്ചോടായിരുന്നു. ആ ചൂളച്ചോടിൻ്റെ ഭാഗത്ത് ഇരുന്ന് തിരുമേനി ഇത് സംസാരിക്കുമ്പോൾ പഴയ അനുഭവങ്ങൾ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുമോ ഞങ്ങളുടെ യുവതലമുറയ്ക്ക് വേണ്ടി? അതെ, എനിക്ക് വലിയ സന്തോഷമാണ് ഈ ചൂള ഇത്രയും വളർന്നൊക്കെ കണ്ടത്. ഞാനിന്ന് പ്രസംഗിച്ചപ്പോഴും പറഞ്ഞല്ലോ, ഈ ചൂള വളരെ പ്രസിദ്ധമാണ്. അതുപോലെ ഞാനൊരു കാര്യം പറയാം. യുവനാൻ തിരുമേനി ഒരിക്കലും എന്നോട് പറഞ്ഞു, അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പള്ളി പണിതത്. അവരെല്ലാവരും കൂടെ ഇവിടെ വന്നു. കാരണം മാർത്തോമാ സഭയിൽ ഓടിട്ട ആദ്യത്തെ പള്ളി എരുവേരി പള്ളിയായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് അവരെല്ലാവരും കൂടെ വന്നു. അതുകൊണ്ട് സഭയിൽ തന്നെ വലിയ പേരുള്ള പള്ളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ചൂളച്ചോട് ധാരാളം ആളുകൾ വന്നിരിക്കുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്നു. എല്ലാം ദൈവീകം മാത്രമല്ല, സൂത്രങ്ങളും പടമാണ് ചൂളച്ചോട്ടിലുണ്ട്. തിരുമേനി ഇത്രയും ഞങ്ങളോട് സഹകരിച്ച് ഈ യുവജനങ്ങളുടെ ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്ത് തിരുമേനിക്ക് ഞങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം, അതിനു മുമ്പ് തിരുമേനി ഒരു മിമിക്രിയുടെ കാണിച്ചിട്ട് അപ്പച്ചൻ്റെ ശബ്ദം ഒന്ന് അവതരിപ്പിക്കുകയാണ്. തിരുമേനി അപ്പച്ചൻ്റെ ശബ്ദം. അത് തിരുമേനി അപ്പച്ചനെ വന്ന് സിനിമാ താരം ജഗദീഷ് വന്നൊരു ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു മാരാമണ്ണ് വെച്ച്. അപ്പം ജഗദീഷ് തിരുമേനി അപ്പച്ചനോട് ചോദിച്ചു, തിരുമേനിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുമേനി പല രീതിയിലുള്ള മാലകൾ ഉപയോഗിക്കുന്നുണ്ട്, മുത്തുമാല, പല രീതിയിലുള്ള. അപ്പം തിരുമേനി അപ്പച്ചൻ പറഞ്ഞു, ജഗദീഷ് ഉദ്ദേശിക്കുന്നത് മാല ചോദിക്കാനാണെങ്കിൽ തരത്തില്ല, അത് ഉദ്ദേശിക്കേണ്ട. ഇതാണ് തിരുമേനിയുടെ നർമ്മം എന്ന് പറഞ്ഞിട്ട് ജഗദീശുവിനെ പറഞ്ഞു, തിരുമേനിയെ ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ക്രിസ്ത്യൻ, എല്ലാവർക്കും തിരുമേനിയെ ഭയങ്കര കാര്യമാണ്. അപ്പം അപ്പച്ചൻ പറഞ്ഞു, ജഗദീഷ് വന്നിരുന്നപ്പോൾ തൊട്ട് എന്നെ അങ്ങ് പൊക്കി എന്നെ ഉത്തരത്തിന് മേലെത്തിച്ചു. ജഗദീഷ് ഒരു കാര്യം ചെയ്യണം, തിരിച്ചു പോകുമ്പോൾ എന്നെ താഴെ ഇറക്കി ഇരുത്തേച്ചേ പോവാവും എന്നൊരു ഇത് പറഞ്ഞത് മാരാമണ്ണ് വെച്ച് ഏഷ്യനെറ്റിന്റെ ഒരു ഞാൻ കണ്ടിരുന്നു. അതൊന്ന് അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. താങ്ക് യു അനീഷ്, താങ്ക് യു.
തിരുമേനി യുവജനങ്ങൾക്കായി ഒരു സന്ദേശം കൂടി നൽകിക്കൊണ്ട്, ഞങ്ങൾക്ക് ഒരു പ്രത്യേക സന്ദേശം നൽകിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ തിരുമേനി ഞങ്ങളുടെ ഈ യോഗത്തിലും ജന്മദിന സമ്മേളനത്തിലും പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിലും പങ്കെടുത്ത് മുഖാമുഖം പരിപാടിയിലും പങ്കെടുത്ത് തിരുമേനിക്ക് ഞങ്ങളോട് ഒരു യുവജനങ്ങൾക്കൊരു സന്ദേശം നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എനിക്ക് പറയാനുള്ളത് പറഞ്ഞില്ല, ഓടിട്ട ആദ്യത്തെ പള്ളി. അതായത് പള്ളിക്ക് വേണ്ടി പണം സംഭാവന ചെയ്യുന്നതിൽ സന്തോഷമുള്ള ആളുകളുള്ള ഒരു പള്ളിയാണ്. മാത്രമല്ല, ഈ പള്ളിയിൽ നിന്ന് KK ജോലച്ചനെ പോലെയൊക്കെയുള്ള മഹാന്മാർ ഉണ്ടായി. നമ്മളെ പള്ളിയിലുണ്ടായിരുന്നതാണ് നമ്മുടെ എബ്രഹാം മാർത്തോമ്മ, ഞാൻ. അങ്ങനെ സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ആളുകൾ വരുന്നതിന് ഈ ഇടവക വളരെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ ജൂനിയറായിട്ട് തിയോളജി പഠിച്ച ഒരച്ഛൻ ഒരിക്കലും ഇവിടെ പള്ളിയിൽ വന്നു. അച്ഛനോട് ആദ്യത്തെ പാഠം വായിക്കാൻ പറഞ്ഞു. അത് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം കുണ്ടറ പോലാകരുത്. പിന്നീട് അപ്പച്ചൻ അങ്ങനെ പരിചയപ്പെട്ട് പറഞ്ഞ് ഇങ്ങനെ കുണ്ടറക്കാരനാണ്. അപ്പോൾ എല്ലാവരും കൂടെ ചിരിച്ചു. എനിക്ക് ഈ നമ്മുടെ ഇടവക വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഇടവകയാണ്, നല്ല കഴിവുള്ള ഇടവകയാണ്. എരവേലി ഇടവകയുടെ അംഗമാണെന്ന് പറയുന്നതിൽ എനിക്ക് എന്നും അഭിമാനമുണ്ട്. ലാസ്റ്റ് ചോദ്യം. എൻ്റെ പേര് അജീഷ്. തിരുമേനി സിനിമ കാണാറുണ്ടോ? യുവാക്കളായ ഞങ്ങളെല്ലാം സിനിമ കാണാറുണ്ട്. അന്നേരം ഞങ്ങൾ സിനിമ കാണുന്നത് തെറ്റാണോ? തിരുമേനിയുടെ അഭിപ്രായം. സിനിമ കാണുന്നത് തെറ്റാണോ? സിനിമ ഇഷ്ടമാണോ? സിനിമകൾ ഇഷ്ടമാണോ തിരുമേനിക്ക്? ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏത്? സിനിമ കാണുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ, സിനിമ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്നും പറഞ്ഞ ഒരാളെ കണ്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ കൈയും കാലും ഒക്കെ എനിക്ക് ചാടുകയും ഓടുന്ന വണ്ടിയെ ചാടിക്കയറുകയൊക്കെ ചെയ്യും. ഓടുന്ന വണ്ടിയെ ചാടിക്കയറുന്നത് തെറ്റാണ്. കാറ് വരുന്ന കൈ കാണിക്കുന്നത് തെറ്റാണ്. അല്ല, എന്ത് ചെയ്യുന്നു, എവിടെ വെച്ച് ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, അതേ ആശ്രയിച്ച്. നമുക്ക് പ്രാർത്ഥിച്ച് ഈ അഭിമുഖം അവസാനിപ്പിക്കും. സുദീപച്ചൻ ഇപ്പം പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അസുലഭമായ ഓരോ അവസരങ്ങൾ നീ തരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അഭിവന്യ തിരുമേനിയുമായി ഒരുമിച്ച് ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടവാംഗങ്ങൾക്ക് ഒരുമിച്ച് പഴയ കാര്യങ്ങളെ അയവിറക്കുവാനും പുതിയ ദർശനങ്ങളെ ഉൾക്കൊള്ളുവാനും തരുന്ന അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. തിരുസഭയ്ക്കായും ഞങ്ങളുടെ ദേശത്തിനായും നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയ തിരുമേനിയിലൂടെ ഈ ലോകത്തിന് ലഭിക്കുന്നതായ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ മടക്കയാത്രയിലും തുടർന്നുള്ളതായ ജീവിതത്തിലും ഇന്ന് ലഭിച്ചതായ വലിയ ദർശനങ്ങളെ പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവേശുമിശിഹായുടെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഞങ്ങളുടെ യുവജന സഖ്യത്തോടും സഖ്യത്തിൻ്റെ പ്രവർത്തകരോടും കൂടെ ആയുസിൻ്റെ എല്ലാ നാളിലും ഉണ്ടായിരിക്കട്ടെ. ഗ്ലോറിയ ന്യൂസിലൂടെ ഇങ്ങനെ റിലേ ചെയ്തുകൊണ്ടിരിക്കുക. തിരുമേനി ഒരാശംസ അവർക്കൊരു ഗ്ലോറിയ ന്യൂസിലൂടെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഗ്ലോറിയ ന്യൂസിന് വേണ്ടി ഒരാശംസ. രക്ഷാധികാരിയാണല്ലോ ഞങ്ങളുടെ, അപ്പോൾ ഒരാശംസ.
ഇവിടുത്തെ യുവജന സഖ്യം എന്നെ ബഹുമാനിക്കുന്ന ഈ പരിപാടി ഗ്ലോറിയ ന്യൂസ് ലോകമൊന്നാകെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അവരോട് എനിക്കുള്ള കടപ്പാടും ആ ന്യൂസ് വളരെ നല്ല വാർത്തകൾ ലോകത്തിന് കൊടുക്കുന്ന ന്യൂസാണ്. ഞാനും അവരെനിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. അവർക്കെല്ലാ അനുഗ്രഹങ്ങളും ആശംസിക്കുകയും അവരുടെ സേവനം ദൈവം ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി പവർ വിഷൻ അവരുമായിട്ടുള്ള അഭിമുഖം ഇപ്പം നടക്കും. അത് വേണ്ട ഇതോ ആമാ